സുഡോക്കു എന്ന പേര് കേൾക്കാത്ത ആളുകളുണ്ടാകില്ല. വെറുതെയെങ്കിലും ന്യൂസ് പേപ്പറിന് പിന്നിൽ സുഡോക്കു കളിച്ചു നോക്കാത്തവരായും ആരുമുണ്ടാകില്ല. സംഖ്യകൾ വെച്ചുള്ള ഈ കളി നമുക്കെല്ലാം സുപരിചിതമാണ്. സുഡോക്കു എന്ന സംഖ്യാ സമസ്യ വിനോദത്തെ ജനപ്രിയമാക്കിയത് ജാപ്പനീസ് പ്രസാധകൻ മക്കി കാജിയാണ്. സുഡോക്കുവിനെ അന്താരാഷ്ട്ര തലത്തിൽ ജനകീയമാക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. 1983 നിക്കോളി എന്ന വിനോദ മാസികയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കെയാണ് മക്കി സംഖ്യകൾ ഉപയോഗിച്ചുള്ള വിനോദം പ്രസിദ്ധീകരിച്ചത്. തുടക്കത്തിൽ സുജീവ ഡോഗുഷിൻ നികഗിരു എന്ന പേരിലാണ് ജപ്പാനിൽ ഇത് അറിയപ്പെട്ടത്. പിന്നീട് മക്കിയാണ് സുഡോക്കു എന്ന പേര് നൽകിയത്. ഒറ്റ അക്കം അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നതെന്നാണ് ഈ വാക്കിന് ജാപ്പനീസ് ഭാഷയിൽ അർത്ഥം. സുഡോക്കുവിന് ജപ്പാനിൽ വലിയ പ്രചാരം ലഭിച്ചില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഈ വിനോദം ഏറ്റെടുത്തു. സുഡോക്കുവിന്റെ പ്രചാരണാർത്ഥം മക്കി ഒട്ടേറെ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. US-ൽ സുഡോക്കുവിന്റെ പുതിയ പതിപ്പ് രൂപപ്പെടുത്തിയെങ്കിലും സുഡോക്കു അറിയപ്പെടുന്നത് മക്കിയുടെ പേരിലാണ്. സുഡോക്കുവിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തത് 2004 ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടൈംസിൽ പ്രസിദ്ധീകരിച്ച ശേഷമാണ്. 100 രാജ്യങ്ങളിലായി ഏകദേശം 20 കോടി സുഡോക്കു ആരാധകരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഒരു 9:9 ചതുരക്കളത്തെ 9:3:3 ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നു. ആകെ 81 കളങ്ങൾ. ചില കളങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ ചിലത് എഴുതിയിട്ടുണ്ടാകും. ബാക്കിയുള്ള കളങ്ങളിൽ നിയമാനുസൃതമായ അക്കങ്ങൾ എഴുതി ചേർക്കുക എന്നതാണ് ഈ കളിയുടെ ലക്ഷ്യം. ഓരോ കളിയെയും റീജിയൻ എന്നും തന്നിരിക്കുന്ന സംഖ്യകളെ ഗിവൺസ് എന്നും പറയുന്നു. സാധാരണ കാണുന്ന 9:9 സുഡോക്കുവിന് പകരം 4:4 വലുപ്പമുള്ള സുഡോക്കു കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കാറുണ്ട്. 1 മുതൽ 4 വരെയുള്ള അക്കങ്ങളാണ് കുട്ടികളുടെ സുഡോക്കുവിൽ ഉപയോഗിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ സ്വിസ് ഗണിതശാസ്ത്രജ്ഞനായ ലിയോൺഹാർഡ് യൂളറാണ് സുഡോക്കുവിന്റെ ഉപജ്ഞാതാവ്. എന്നാൽ ഇന്ന് കാണുന്നത് പോലെയുള്ള രൂപത്തിലായിരുന്നില്ല അത്.